ഹായ് ഓൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2 ദിവസം മാർക്കറ്റ് ഓടി അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നൊരു മാർക്കറ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് എങ്ങും പോയില്ല അല്ലേ, എങ്ങും പോയില്ല. മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചത്. 428 ക്ലോസ് ചെയ്തത്, 412 ആക്ച്വൽ ക്ലോസിങ്. അതായത് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചത്. മാർക്കറ്റ് ഞാൻ പറഞ്ഞിരുന്നു 23,500 23,336 ഇടയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഓടിക്കളിച്ചു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. ആ ഓടിക്കളിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം പറഞ്ഞാൽ നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. മാക്സിമം എങ്ങോട്ടേലും ഉരുക്കി തീർക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തിൽ കഥകളൊന്നുമില്ല. കാരണം നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി ഫുള്ളി ഫ്ലാറ്റായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഫ്ലാറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. നമ്മുടെ മാർക്കറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് സ്വർണത്തിൻ്റെ വിലയിൽ ഇന്ത്യയിൽ മാത്രം ഏകദേശം ഭയങ്കരമായിട്ടൊരു കുതിപ്പ് നമ്മൾ കണ്ടു. ഏകദേശം 10,000 രൂപയോളം ഇന്ന് ഒരു പവനിൽ സ്വർണത്തിന് വില കൂടി. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, നമ്മളുടെ ഇന്ത്യയിൽ ഇന്നു മുതൽ സ്വർണത്തിന് ജി എസ് ടി അല്ല, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ട് ടാക്സ് 6-ൽ നിന്ന് 15-ലോട്ട് മാറ്റി. 6-ൽ നിന്ന് 15-ലോട്ട് മാറ്റുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇനിയും സ്വർണം നാട്ടിൽ വെളിയിൽ നിന്ന് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഒരു തള്ളിക്കയറ്റം ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഉണ്ടായത്. അതിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, നമുക്ക് ഗോൾഡിലൊക്കെ ETF വാങ്ങിക്കാനൊക്കെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല ഒരു റിട്ടേൺ ഇന്നത്തെ ഒരു കയറ്റത്തിൽ തന്നെ നല്ല രീതിയിൽ കിട്ടി. സ്വർണത്തിന് വെള്ളിക്കും. അപ്പോൾ അത് പോട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ മാർക്കറ്റിൽ 1-2 അൺസർട്ടനിറ്റി ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ഗോൾഡിൻ്റെ പ്രശ്നം. പിന്നെ നമ്മളുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞ ഒരു സംഭവം, നമ്മൾ മുണ്ട് മുറുക്കി കൊടുക്കണം, പല രീതിയിൽ നമ്മൾ ചിലവുകൾ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ആഹ്വാനം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡീസൽ പ്രൈസ് കൂട്ടുമോ എന്നൊരു ആശങ്ക ഇപ്പം നിലവിൽ മാർക്കറ്റിലുണ്ട്. അങ്ങനെ പെട്രോൾ പ്രൈസ് ഡീസൽ പ്രൈസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടും. അത് പണപ്പെരുപ്പം കൂടും. അതുപോലെ തന്നെ വില കയറ്റവും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ഇതുവരെയായിട്ട് പ്രഖ്യാപിച്ചില്ല. ഞാനിപ്പോൾ ഈ ന്യൂസ് പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ പ്രഖ്യാപിക്കും എന്നുള്ള റൂമർ മാർക്കറ്റിൽ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ക്രൂഡിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം $103 WTI ക്രൂഡിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. അത് മാർക്കറ്റിന് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഓൾറെഡി ബാധിച്ചു എങ്കിലും അത് പിന്നെയും മാർക്കറ്റിനെ പുറകോട്ട് വലിക്കാനുള്ള സാധ്യതകൾ, പ്രൈസ് ഇങ്ങനെ ക്രൂഡിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും അതിനെതിരെ പ്രതികരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. എനിവേ, അതിൻ്റെ ഇടയിൽ തന്നെ ഇന്ന് ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ട്രംപ് ചൈന വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പുള്ളി എന്തെങ്കിലും കോടാക്കൊള്ളികൾ ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇന്ത്യക്ക് അത് പണിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവിടുത്തെ പല കമ്പനികളുമായിട്ടും ടൈപ്പൊക്കെ ആയി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവറോ അല്ലെങ്കിൽ വേവറോ വല്ലതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ കമ്പനികൾക്ക് പണിയായി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആളാണല്ലോ അദ്ദേഹം. അപ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി പുള്ളി എന്ത് തരികിട വേണമെങ്കിലും കാണിക്കുമെന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം അതുകൊണ്ട് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ വളരെ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ട്രംപിൻ്റെ പ്രതികരണം. ഇന്നത്തെ ഈ 2 ദിവസം ഉള്ള ചൈന വിസിറ്റ് അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ പോയി 23,500 ടച്ച് ചെയ്തു. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ 5 മിനിറ്റാണ് ഈ കാണുന്ന ഈ വലിയ വാല് അല്ലേ. ഈ വലിയ വാലാണ് ഇന്നത്തെ ഫസ്റ്റ് ഓപ്പണിങ്. രാവിലെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നേരെ പോയി 23,500 അടിച്ചു.
തട്ടി മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു, പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചു. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് 23,500ഉം 23,336 ഈ 2 പോയിൻ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും അതനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കണം എന്നാണ് ഞാൻ രാവിലെ മാർക്കറ്റിൽ പറഞ്ഞിരുന്നതും വീഡിയോയിൽ പറഞ്ഞിരുന്നത്, രാവിലെ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നത് എല്ലാം ഇതേ ഒരു കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇന്നിപ്പോൾ പലർക്കും ഒരു ഞാനിങ്ങനെ ഒരു വട്ടം വരച്ച ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. അപ്പം പലർക്കും ഒരു സംശയത്തിനിട നൽകിയ ഒരു സാഹചര്യമാണ് ഇങ്ങനൊരു സംഭവം. ഞാൻ ഇതൊക്കെ ഇടുമ്പോൾ ഗ്രൂപ്പിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഞാൻ ഇട്ടിരുന്നു അല്ലേ. നമുക്ക് ആ ഓപ്പൺ ഇൻട്രസ്റ്റ് ചാർട്ടിലോട്ടൊന്ന് പോയി നോക്കാം, ഒന്നിപ്പോൾ കറക്റ്റ് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റിന് ശേഷം ഞാൻ പറഞ്ഞു 15 മിനിറ്റുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ. 15 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു അല്ലേ. ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് 23,500 നല്ല രീതിയിൽ കോൾ റേറ്റിങ്ങും 23,300 അല്ലേ. ഒന്ന് വലുതാക്കി നോക്കട്ടെ. ഓക്കെ, എത്രയാണ് ഇവിടെ? 23,400നും 23,500നും ഇടയിൽ നല്ല രീതിയിൽ 23,500 കോൾ റേറ്റിങ്ങും 23,400 പുട്ട് റേറ്റിങ്ങും നല്ല രീതിയിലുണ്ട്. അതായത് മാർക്കറ്റ് അപ്പോൾ ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അപ്പോൾ ഈ സമയമായപ്പം നമ്മൾ എന്താണ് ഗ്രൂപ്പിൽ ആ സമയത്ത് മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത്? മാർക്കറ്റ് ആ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഏകദേശം 23,350 റേഞ്ചിലെത്തി ഇല്ലേ. ഈ 60 റേഞ്ച് എത്തി, ഇത് പൊട്ടി മാർക്കറ്റ് 273 വരെ വന്നു. മാർക്കറ്റ് ഇവിടുന്ന് 273 വരെ വന്നു. അവിടെ വരെ വന്നപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താ കാണിച്ചത്? ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഈ പറയുന്ന 23,300, ഈ കാണുന്ന 23,300 ഓക്കെ, കണ്ടോ? 23,300 സ്ട്രോങ് ആയിട്ട് പുട്ട് റേറ്റിംഗ് ഉണ്ട് ഇല്ലേ. 23,400 കോൾ റേറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പുട്ട് റേറ്റിംഗ് ഉണ്ട്. 23,500 നല്ല രീതിയിൽ പുട്ട് റേറ്റിംഗ് ഉണ്ട്, കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ അല്ലേ. അപ്പം ഇത്രയും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് അധികം താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് അന്നേരം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കി ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ്. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അനുകൂലമാണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് അതിനൊരു ഉപോത്ബലകമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ക്രൈറ്റീരിയയോടെ വേണം അല്ലേ. അപ്പോഴാണ് നമ്മളുടെ പ്രൈസ് ആക്ഷൻ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എന്താണ് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കും ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും അറിയാൻ ക്ലിയർ ആയിട്ട്, ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ലെ ഏതെങ്കിലും രീതിയിൽ ഒരു നല്ല ക്യാൻഡിൽ വീണാൽ ആ ക്യാൻഡിലിന് ഓപ്പോസിറ്റായിട്ട് അടുത്ത ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ 50% കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രീവിയസ് ക്യാൻഡിൽ ഇൻവാലിഡ് ആകും എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രൈസ് ആക്ഷൻ കണ്ടവർക്കും അറിയാമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ നമുക്ക് വീണു. ഈ ബെയറിഷ് ക്യാൻഡിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വീണു. ആ ബുള്ളിഷ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ 50% കട്ട് ചെയ്താണ് ക്ലോസ് ചെയ്തത് ഇല്ലേ. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ വീണത് എങ്ങോട്ടാണ്? അതൊരിക്കലും താഴെ പോയില്ല, അവിടെ തന്നെ ഡോജ് പോലെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പോലെ ഈ പറയുന്ന ഗ്രീൻ ക്യാൻഡിലിനെ കട്ട് ചെയ്ത് താഴെ പോകാത്ത രീതിയിൽ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിന്നു. അതിനുശേഷം അവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഒരു മോളോട്ടർ റാലി നടത്തി 23,500 എന്ന് പറഞ്ഞ പോയിന്റിനടുത്ത് എത്തി. മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴെ വന്നു, വീണ്ടും ഓപ്പണിംഗ് റേഞ്ച് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി, വീണ്ടും തട്ടി താഴെ വന്നു. അപ്പം ധാരാളം അവസരങ്ങൾ നമുക്കുണ്ടായിരുന്നു മാർക്കറ്റിൽ. കൃത്യമായിട്ട് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എത്ര പേര് ഉപകാരപ്പെടുത്തി അറിയില്ല. കുറേ പേരൊക്കെ ഉപകാരപ്പെടുത്തി, കുറേ പേര് ഒരിടത്ത് തട്ടുകേട് പറ്റി, പക്ഷേ അടുത്തടുത്ത് അവർ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോയി. ഓക്കെ, എനിവേ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ മാർക്കറ്റിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു 23,500 മുകളിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ, അല്ലെങ്കിൽ 23,336 താഴെ മാത്രമേ ട്രേഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ ഇതിനകത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യും എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ മാർക്കറ്റ് അവസാനിച്ചു. ഇപ്പോൾ നിലവിൽ മാർക്കറ്റ്, ഇനിയിപ്പോൾ നാളത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ മാർക്കറ്റ് എന്താ സംഭവിച്ചേക്കുന്നത്? നിലവിൽ മാർക്കറ്റിൽ ഇപ്പം ഒരു ബെയറിഷും അല്ല ബുള്ളിഷും അല്ല, ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഇപ്പം മാർക്കറ്റ് നല്ലൊരു ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. നാളെ ഈ പറയുന്ന പോലെ 23,500 മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ.
ഇല്ല. ഇതിന് താഴെ ഒരു 15 മിനിറ്റ് നേരം മാർക്കറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യണം. 23,336 താഴെ ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ നമുക്ക് താഴോട്ടോ ട്രേഡ് ഉള്ളൂ. അല്ല മുകളോട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 23,500 മുകളിൽ 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുകളോട്ട് ട്രേഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല, കാത്തിരിക്കുക. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് നോട്ടിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ 53,589 എന്ന പോയിന്റിൽ അവിടെ തന്നെ നിൽക്കുകയാണ് മാർക്കറ്റ്, ഇങ്ങോട്ടും പോയിട്ടില്ല. ഇനി അടുത്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പും ഈ പറയുന്ന പോലെ തന്നെ എവിടെയാണോ ഓപ്പൺ ചെയ്ത് ആ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഏകദേശം ചെറിയൊരു എത്ര പോയിൻറ്റ് 100 പോയിൻറ്റ് അപ്സൈഡ്. എന്തായാലും ഈ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു BSE നോക്കിയാൽ ഇന്ന് BSE പോസിറ്റീവ് ആയിരുന്നു. ആ BSEയുടെ പോസിറ്റീവാണ് ഇപ്പോൾ ഈ കാണുന്ന മിഡ് ക്യാപ്പിൻ്റെ ഈ പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കി ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു സാർ സെൻസെക്സ് കൂടെ പറഞ്ഞത്. അതുകൊണ്ട് സെൻസെക്സ് കൂടെ നമുക്ക് എടുക്കാം. സെൻസെക്സിൽ നമ്മൾ ലെവലൊക്കെ വരച്ചിട്ടുണ്ട്. ലെവൽ വരച്ച ആ ലെവലിനകത്ത് തന്നെയാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഇല്ലേ. അപ്പോൾ നാളെ നിങ്ങൾക്ക് സെൻസെക്സിൽ ട്രേഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 75,352 ഇത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകും. ഇത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ സെൻസെക്സിൽ മുകളിലോട്ട് നമുക്ക് ട്രേഡ് നോക്കാം. ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ 73,625 കട്ട് ചെയ്ത് താഴെ പോയാൽ നമുക്ക് താഴോട്ടും ട്രേഡ് നോക്കാം. ലെവലുകളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നാളെ ലെവൽ പറഞ്ഞില്ലെങ്കിൽ ഈ ലെവലുകൾ വെച്ച് നിങ്ങൾക്ക് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർ ഈ ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാളെ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അതുകൊണ്ട് നാളെ എല്ലാവർക്കും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നഷ്ടത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുക. നഷ്ടമായിട്ട് തന്നെ മാന്യമായ നഷ്ടത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുക. ലാഭമാണെങ്കിലും മാന്യമായ ലാഭത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.